ചിലർ ജന്മനാ പ്രതിഭകളായി ജനിക്കുന്നു. ചിലർ സ്വന്തം കഴിവും ഇച്ഛാശക്തിയും കൊണ്ട് ചെറിയ ചെറിയ കഴിവുകളെ തേച്ചു മിനുക്കിയെടുക്കുന്നു. ആദ്യത്തെ കൂട്ടർ ഉത്സാഹശീലർ കൂടിയാണെങ്കിൽ അവർ ആകാശത്തിൻ്റെ അതിരുകളെ ചെന്നു തൊടും. കൃഷ്ണൻ ഉണ്ണിത്താൻ അങ്ങനെയുള്ള ഒരു ഉത്സാഹശാലിയാണ്. ആന പരിപാലനവും ആന വൈദ്യവും തൻ്റെ ജീവിതത്തിൽ എഴുതി ചേർത്തിട്ടുള്ള ശിരോരേഖയാണെന്ന് ഇദ്ദേഹം വളരെ ചെറുപ്പത്തിലേ തിരിച്ചറിഞ്ഞു. അതിനനുസൃതമായി നീങ്ങി. അതിന് നിമിത്തമായത് സ്വന്തം സഹോദരിയും വിശ്വപ്രസിദ്ധമായ മാതംഗലീല എന്ന ഗ്രന്ഥവും. കൃഷ്ണൻ ഉണ്ണിത്താൻ്റെ സഹോദരി സംസ്കൃതം പഠിച്ച ശാസ്ത്രിയായിരുന്നു. കുട്ടിക്കാലത്തെ ആനകൾക്ക് പിന്നാലെ നടക്കുന്ന പ്രിയപ്പെട്ട അനുജന് സഹോദരി നീലകണ്ഠൻ മൂസതിൻ്റെ പ്രഖ്യാത ഗ്രന്ഥം മാതംഗലീല സമ്മാനിച്ചു. സംസ്കൃതത്തിലുള്ള മൂലഗ്രന്ഥമായിരുന്നു അത്. ആനകളെ സ്വന്തം ജീവനോളം സ്നേഹിച്ച സഹോദരന് പ്രിയപ്പെട്ട സഹോദരി സമ്മാനിച്ച ആ അടിസ്ഥാന ഗ്രന്ഥം സഹോദരൻ്റെ ജീവിതമാകെ എടുത്തു മറിച്ചു. ഉള്ളിലെ ആനസ്നേഹിയെ ഓരോ അണുവിലും അനുഗമിച്ച് കരുതലോടെ നീങ്ങുവാൻ മാതംഗലീല വഴിയൊരുക്കി. അവിടെ നിന്നാണ് മുതുകുളം ഉണ്ണിത്താൻ എന്ന ആനപ്രേമിയും ആന ചികിത്സകനുമെല്ലാം പിറവിയെടുക്കുന്നത്. ഇതാണ് എൻ്റെ വഴി, ഇതാണ് എൻ്റെ ജീവിതം എന്ന് വളരെ ചെറുപ്പത്തിലേ തിരിച്ചറിഞ്ഞ കൃഷ്ണൻ്റെ താല്പര്യത്തിന് ആരും എതിര് നിന്നില്ല. സ്വന്തമായൊരു ആനയെ വാങ്ങുന്നതിന് വളരെ നാൾ മുന്നേ തന്നെ ഈ ആനവൈദ്യൻ്റെ ചികിത്സ തേടി നിരവധി പേർ ഈ തറവാട്ട് മുറ്റത്ത് വന്നിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് പല ആന മുതലാളിമാരുടെയും കൈകളിൽ നിൽക്കുന്ന ആനകൾ കണ്ടെത്തി കൊടുത്തതിൻ്റെ ക്രെഡിറ്റും കൃഷ്ണൻ ഉണ്ണിത്താനുള്ളതാണ്. മികച്ച ആനകളെ ലക്ഷണശാസ്ത്രപ്രകാരം വിലയിരുത്തുവാനുള്ള കഴിവാണ് അതിന് പിന്നിൽ. കഴിവിനെ കൗശലമാക്കി ഇടലാഭം കൊയ്യുന്നവരുടെ കള്ളക്കളികളൊന്നും ഉണ്ണിത്താനില്ല, അതറിയുകയുമില്ല. അതുകൊണ്ട് തന്നെ ബീഹാറിലെ സോൺപൂർ മേളയിലും ആൻഡമാനിലെ ദ്വീപുകളിലുമെല്ലാം ഈ പ്രായത്തിലും പല ആനസ്നേഹികളും ഇദ്ദേഹത്തെ കൂട്ടാറുണ്ട്. സത്യത്തിൽ ആനകൾക്ക് വില നിശ്ചയിക്കാൻ മനുഷ്യരാരും സമർത്ഥരല്ല എന്നാണ് മാതംഗലീലക്കാരൻ പറയുന്നത്. വിൽക്കുന്നവനും വാങ്ങുന്നവനും ആലോചിച്ച് നിശ്ചയിക്കുന്നത് തന്നെയാണ് ഗജവീരന്മാരുടെ വില. കൂട്ടത്തിൽ ആനകളെക്കുറിച്ച് പരിജ്ഞാനമുള്ളവരുമായി ആലോചിക്കുന്നതും ഗുണം ചെയ്യും. വിധിപ്രകാരമുള്ള മുഴുവൻ വിലയും കൊടുത്ത് എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആനയെ തന്നെയാണ് കരസ്ഥമാക്കേണ്ടത്. അത് വാങ്ങുന്നയാളുടെ അവകാശമാണ്. കേരളത്തിലെ വനങ്ങളിൽ നിന്നുള്ള ആനപിടുത്തം നിയമം മൂലം നിരോധിച്ചതോടെ ആനകൾക്ക് വലിയ വിലവർധനമാണ് സംഭവിച്ചത്. കേരളത്തിലെ വനങ്ങളിൽ ആനകൾ ഇക്കാലത്തിനിടയിൽ ധാരാളം പെറ്റുപെരുകുകയും ചെയ്തു. നാട്ടാന പരിപാലന ചട്ടത്തിൽ വരുത്തിയ ചില കർശന നിയമങ്ങൾ ആന പരിപാലനം വലിയൊരു ചെലവേറിയ സംഗതിയാക്കി. യഥാർത്ഥ ആനസ്നേഹികളായ പലർക്കും തങ്ങളുടെ ആനകളെ വിറ്റൊഴിയേണ്ടി വന്നു. പലർക്കും ഒരു ആനയെ വാങ്ങണമെന്ന വലിയ മോഹം ഉപേക്ഷിക്കേണ്ടിയും വന്നു. കഴിഞ്ഞ 40 വർഷമായി ആനകളെ വാങ്ങിയും വിറ്റും പരിചരിച്ചു പോന്ന കൃഷ്ണൻ ഉണ്ണിത്താന് ഈ സാഹചര്യങ്ങൾ പ്രതികൂലമായി. 5 വർഷത്തിന് മുമ്പ് ചരിഞ്ഞ ഗോപി എന്ന ആനയും ആ ആഘാതത്തിന് കരുത്തുകൂട്ടി. ഇപ്പോൾ മറ്റുള്ളവരുടെ ആനകളെ പാട്ടത്തിനെടുത്ത് ഉത്സവങ്ങൾക്ക് വിടുന്നതാണ് ഇദ്ദേഹത്തിൻ്റെയും മകൻ മുതുകുളം മധുവിൻ്റെയും തൊഴിൽ. 3 മക്കളിൽ അച്ഛൻ്റെ ആനക്കമ്പം കിട്ടിയത് മധുവിനാണ്. മധു ഇപ്പോൾ ആന ഫെഡറേഷൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറുമാണ്. ഒരു വർഷം ഇവർക്ക് 300ഓളം എഴുന്നള്ളത്തുകളാണ് കിട്ടുന്നത്. ഈ അമ്പലങ്ങളിലേക്കെല്ലാം വളരെ കൃത്യമായി ആനകളെ അയക്കുന്നു. ആന പരിപാലനം വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ പുതുതായി ഈ ഒന്നാമത് ഈ കേരളത്തിനെ സംബന്ധിച്ച് ഒരു പണിക്ക് മലയാളികളെ കിട്ടുന്നില്ല, അതാണ് വാസ്തവം. ഒരു പണിക്കും നമ്മളെല്ലാം ഇപ്പോൾ ഒറീസ, ബംഗാൾ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആനപ്പണിക്ക് ആൾക്കാർ വരുന്നതും വളരെ കുറവാണ്, അതറിയാം. പണ്ടൊരു വീട്ടിൽ 7-8 കുട്ടികളുണ്ടായിരുന്നു. എന്തെങ്കിലും പണിക്ക് പൊക്കോ, 10 കാശ് കിട്ടുന്ന പണിക്ക് പൊക്കോ എന്ന് വിട്ടു. ഇപ്പോൾ പേരിന് 1-2 കുട്ടികളൊക്കെയാണ്. ഈ സാഹചര്യത്തിൽ പഴയ പോലെ ഇത്തരം ആനപ്പണി എന്ന് പറയുമ്പോൾ ഭയങ്കര റിസ്ക്കുള്ള പണിയാണ്, ആരും വരുന്നില്ല. പിന്നെ ഇതിനോട് അമിതമായ താല്പര്യമുള്ള കുറേ ആൾക്കാർ മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ എന്തായാലും ഇപ്പോൾ ഈ പുതിയതായിട്ട് ആനപ്പണിക്ക് വരുന്ന ആനക്കാർക്കും ഈ ഉടമസ്ഥന്മാർക്കും ഇപ്പോൾ ചേട്ടൻ്റെ പഴയകാല അനുഭവത്തിൽ നിന്നും പറഞ്ഞു കൊടുക്കാനുള്ള ഉപദേശം ഒരുപാടുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. ആനയും കൊണ്ട് നടക്കുന്ന സമയത്ത് ഇവർ മദ്യപിക്കാതിരിക്കുക, മെയിൻ പ്രശ്നം. കറക്റ്റ്. മദ്യപിച്ച് കഴിയുമ്പോഴാണ് ഇതിന് 2 കൊടുത്തുകളെയാണ്. അഹങ്കാരം വർദ്ധിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ആത്മനിയന്ത്രണം വിടും, പല പ്രശ്നങ്ങളുണ്ട്. ആനയെ മനസ്സിലാക്കില്ല.
ഇതാണ്ട് ഈ ആനയെ എല്ലാത്തിനും ഞാൻ പിടിച്ചുകൊണ്ട് കിടക്കാം. ആതിര വിനോദ്. ആതിര വിനോദ്. ഇത് രവി സാറ്, എനിക്ക് ആനയില്ലാത്തത് കൊണ്ട് രവി സാറ് പഴയ എൻ്റെ സ്നേഹിതനാണ്. 80-ലും കേരളത്തിൽ ഗജമേള ഉണ്ടാക്കുന്നത് ഞാനും രവി സാറും KC പണിക്കരും ഞങ്ങളെല്ലാം കൂടെ. ആ കെയർ ഓഫിൽ രവി സാറിന് ഇതിനെ വിൽക്കാൻ മനസ്സില്ലാത്തതിന് ഞാൻ അറിയാതെ എന്നെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതാണ്. ആനക്കാരോട് പറയാനുള്ളത് അമിതമായിട്ട് ഉപദ്രവിക്കാതിരിക്കുക. പിന്നെ ആനയോടെ നല്ല സ്വരത്തിൽ പറയുക. ആനയോടെ ഉറച്ച് 6 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആന ചെയ്യും. പിന്നെ വേറെ ഉണ്ട് ഒരു കാര്യം കൂടെ പറയാം. ആനയുടെ അടുത്ത് ചെല്ലുമ്പം, ആനയെ വിളിക്കുമ്പം അത് നമ്മൾ ചെല്ലണോ വേണ്ടായോ എന്ന് അറിയിക്കുവാനാണ്. അത് ചെവി കൊണ്ടാകാം, കണ്ണുകൊണ്ടാകാം, ശരീരത്തിൻ്റെ ഏത് ഭാഗം കൊണ്ടാകാം, സ്വരം കൊണ്ടാകാം. ആന ഇപ്പോൾ ഇവിടെ നിൽക്കുക, അങ്ങോട്ട് എന്നെ അഴിക്കുകയാണെങ്കിൽ, അങ്ങോട്ട് എന്നെ ഞാൻ വിളിക്കുകയാണെങ്കിൽ ചെല്ലണ്ടെങ്കിൽ അത് പറയും, ചെല്ലണ്ടെന്ന് പറയും. ഏതാനേയും പറയും. ചെല്ലാമെങ്കിൽ ചെല്ലാൻ പറയും. ഇഷ്ടമല്ലേ പറയും, പൊക്കോളാൻ പറയും. ആനയുടെ ശരീരഭാഷ അറിഞ്ഞ് ആനയുമായിട്ട് പ്രവർത്തിക്കും. ആനയെ അറിഞ്ഞു കയറുക, അറിഞ്ഞു കയറുക.